മനോരോഗ ചികിത്സയിൽ മനോരോഗ ഗവേഷണത്തിൽ സ്കിസോഫ്രീനിയ, ബൈപ്പോളർ, ഡിപ്രഷനിൽ 2013 കസാക്ക് യൂണിവേഴ്സിറ്റി എന്ന ലോകത്തിലെ ഏക PhD ഉടമയാണ് ഞാൻ. ഇതൊരു കേമത്തരല്ല. ലോകത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ PhD സൈക്യാട്രി ഉള്ളൂ. MD, MS, DPM വരെ പോയിട്ടുള്ളൂ. ഞാൻ 23 കൊല്ലം വേണ്ടി വന്നു. ആയിരക്കണക്കിന് ഭ്രാന്തന്മാരായിട്ട്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയും ഒരു ഗുരുതര മാനസിക രോഗി, 9 മക്കൾ, ആർക്കുണ്ടായെന്നറിയില്ല, ബലാത്സംഗം. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ നഗ്ന ശരീരമാണ് ഞാൻ എൻ്റെ കുഞ്ഞുകാലത്ത് കണ്ടത്. ആ അസുഖത്തിൻ്റെ പേരായിരുന്നു ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഇത് എന്തുകൊണ്ടാണെന്ന് ലോകത്തിനറിയില്ല. കെമിക്കൽ ഫ്ലക്ച്വേഷൻ മാത്രമാണെന്നാണ് അമേരിക്കൻസ്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ 23 അതിന് 30 റെമഡി ഞാൻ കണ്ടുപിടിച്ചു. 2013 PhD സൈക്യാട്രി, സൈക്കോളജിക്കൽ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ബൈപ്പോളറിനെ പറ്റിയുള്ള പഠനത്തിൽ ഞാൻ നേടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ബ്രെയിനിലേക്ക് സഫിഷ്യൻ്റ് ഓക്സിജൻ, പ്രാണവായു എത്താത്തത് കൊണ്ടും ഗ്ലൂക്കോസും അയേണും ചില ഘടകങ്ങളും ശരീരത്തിൽ സിങ്ക് അടക്കം ചില മൂലകങ്ങളും സെലീനിയവും പെരിഡോക്സിനും കുറയുമ്പോഴാണ് ഒരു വ്യക്തി മനോരോഗത്തിലേക്ക് കടക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി. അതിൽ ജനിതകപരമായ കുറച്ച് കാരണങ്ങളുമുണ്ടെന്നും ഞാൻ കണ്ടെത്തി. ഇപ്പം ഞാൻ ജനിതക ശാസ്ത്രത്തിലാണ് രോഗികളെ നോക്കുന്നതും ജനിതക രോഗ ഗവേഷകനുമാണ്. ന്യൂറോളജിയും സൈക്യാട്രിയും ഒക്കെ കഴിഞ്ഞു. കാരണം ഭാരതത്തിൽ 15 കോടി കുട്ടികൾ, 100-ൽ 57 കുട്ടികൾ ആരോഗ്യത്തിലും ബുദ്ധിയിലും ജനിക്കുന്നു. 43 കുട്ടികൾ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രം, ക്രെറ്റിനിസം പറയുന്ന രോഗങ്ങളിൽ ആയിട്ട് മല്ലടിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രം, ക്രെറ്റിനിസം, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, കുട്ടികളുടെ ബുദ്ധിമാന്ദ്യം, ADHD, ADD, മെൻ്റലി റിട്ടാർഡേഷൻ തുടങ്ങി കുട്ടികളുടെ മാറാരോഗങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. തെറ്റായ ഭക്ഷണവും അതിൻ്റെ കാരണവും ഞാൻ 13 കൊല്ലം കൊണ്ട് കണ്ടെത്തി. അത് നിങ്ങളോട് എന്താണ് ഇദ്ദേഹം ഈ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തത് ഡിസ്കവറിയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ളത് തന്നെയാണ്. നിങ്ങളാരും അതിനെ മെനക്കെട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞ് അത് കണ്ടെത്തി. അതേസമയം ഞാനൊരു ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. അത് ഇൻവെൻഷൻ, പുതിയത് കണ്ടുപിടിക്കുക. ഞാൻ പുതുതായിട്ടൊന്നും ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം ഈ പ്രകൃതിയിലുണ്ട്. അത് തെപ്പിത്തെറിഞ്ഞ് രാത്രിയും പകലും അലഞ്ഞ് തിരിഞ്ഞ് ലോകത്തിൻ്റെ ഓണം കയറാ മൂലയിൽ പോയി പഠിക്കണം. അങ്ങനെ ഞാൻ ഈ ജനിതക രോഗത്തിൻ്റെ, മാറാ രോഗത്തിൻ്റെ, കുട്ടികളുടെ ബുദ്ധിമാന്ദ്യത്തിൻ്റെ കാര്യം കണ്ടെത്തി. അതിൽ പ്രധാനമായിരുന്നു B3 നിയാസിൻ. ഗർഭിണിയായ അമ്മ B കോംപ്ലക്സിലെ